നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും ആഘോഷ നിറവിലായിരിക്കാം. എന്തായാലും ഈ ആഘോഷവേളകൾ ഏവർക്കും ഐശ്വര്യത്തിൻ്റെയും അതുപോലെ തന്നെ സമ്പത്തിൻ്റെയും ഒക്കെ ഒരു നിറവിലായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്നത്തെ ദിവസം പ്രത്യേകം ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പില്ല എങ്കിലും വരും മണിക്കൂറിൽ കോഴിക്കോട് അതുപോലെ തന്നെ തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. മാത്രമല്ല ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് മഴ കനക്കുകയാണെങ്കിൽ പോലും ഇന്ന് തിരുവോണ ദിവസമായി ഇന്ന് ഒരു മഴയുടെ അന്തരീക്ഷമൊക്കെ പലയിടത്തും മാറി നിൽക്കുന്നുണ്ട്. കണ്ണൂരിന്റെ മലയോര മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ പെയ്തു. ബാവലിപ്പുഴ കരകവിയുന്ന സാഹചര്യമുണ്ടായി. ആറളം പാലപ്പുഴ പാലത്തിൽ വെള്ളം കയറി. ചൊവ്വാഴ്ച രാത്രി മുതൽ ശക്തമായ മഴയാണ് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ അനുഭവപ്പെടുന്നത്. ഇരിട്ടി, ആറളം, കൊട്ടിയൂർ മേഖലകളിൽ ബുധനാഴ്ച പുലർച്ചെ വരെയും കനത്ത മഴ തുടർന്നു. ഇതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ റോഡുകളടക്കം വെള്ളം കയറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ശക്തമായ മഴയും മലവെള്ളപ്പാച്ചിലും ഉണ്ടായതോടെ ആറളം പാലപ്പുഴ പാലത്തിൽ വെള്ളം കയറി. ആറളം വനമേഖലയിൽ ഉരുൾപൊട്ടിയിട്ടുണ്ടോ എന്നും സംശയമുണ്ട്. അതിശക്തമായ കാറ്റും പ്രദേശത്ത് ഭീതി സൃഷ്ടിക്കുന്നുണ്ട്. അതേസമയം കണ്ണൂർ ടൗൺ, തളിപ്പറമ്പ് മേഖലകളിൽ തെളിഞ്ഞ കാലാവസ്ഥയാണ് ഉള്ളത്. അതേസമയം മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട്. അതിനാൽ കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വരെയാണ് മഴ മുന്നറിയിപ്പുകൾ നിലനിന്നിരുന്നത്. നിലവിൽ എന്തായാലും ഒരു ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയം. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒഡീഷ തീരത്തിന് സമീപം ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനത്ത് നിലവിലുള്ള മഴയ്ക്ക് കാരണമാകുന്നത്. മിക്ക ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റിനുള്ള മുന്നറിയിപ്പുമുണ്ട്. ഈ സാഹചര്യത്തിൽ സ്വകാര്യ പൊതുവിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. എന്തായാലും തിരുവോണ ദിവസം മഴയുണ്ടാകുമോ? കാരണം കഴിഞ്ഞ ദിവസം വരെ മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ചില ജില്ലകളിൽ അലേർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ തിരുവോണ ദിവസവും മഴ ഉണ്ടാകുമോ എന്ന ആശങ്കയിലായിരുന്നു മലയാളികൾ. പക്ഷേ പ്രത്യേകിച്ച് ഒരു ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ഇല്ലാത്തത് വലിയൊരു ആശ്വാസമായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഓണം ഉണ്ണാൻ കാത്തിരുന്ന മലയാളികൾക്ക് വെല്ലുവിളിയായി ഉത്രാടം ദിവസം വരെ അലേർട്ടുകൾ നിലനിന്നിരുന്നു. എന്തായാലും വരും മണിക്കൂറുകളിൽ ചില ജില്ലകൾ, അതായത് വരുന്ന 3 മണിക്കൂറുകളിൽ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത എന്നതിൽ കവിഞ്ഞ് മറ്റൊരു മുന്നറിയിപ്പ് നിലവിലില്ല. അതേസമയം ഹിമാലയൻ പർവ്വത നിരകളിൽ കനത്ത മഴ തുടരുന്നു. വടക്കേന്ത്യയിലും അയൽരാജ്യമായ പാകിസ്ഥാനിലും വെള്ളപ്പൊക്കം രൂക്ഷമാക്കിയിരിക്കുകയാണ്. പ്രധാന നദികൾ കരകവിഞ്ഞൊഴുകി. വീടുകളും ഹൈവേകളും വെള്ളത്തിനടിയിലായി. ഇന്ത്യയിലെ കാലാവസ്ഥാ ഉദ്യോഗസ്ഥർ മഴയ്ക്ക് അല്പം ശമനം പ്രവചിച്ചിട്ടുണ്ടെങ്കിലും സെപ്റ്റംബർ 9 വരെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.